ഹായ്. ഇന്ന് കാന്തപുരത്തിന്റെ വാക്കാണ്. കാന്തപുരം ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് എന്താണെന്ന് കൊണ്ട് പറയാൻ വേണ്ടി ഈ വീഡിയോ എടുക്കുകയാണ്. നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ വിവാഹത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. ഞങ്ങളെ മുസ്ലിങ്ങളിൽപ്പെട്ട ഞങ്ങളെ ചോരയിൽപ്പെട്ട ഒരാളുടെ കൊന്നിട്ട് പറയാൻ പറ്റാത്ത കഷ്ണമാക്കിയിട്ട് ടാങ്കിലിട്ടിട്ട് അവൾ കടന്നുപോയതാ. എത്ര കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് യമൻ പോലീസ് അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് കുറെ വർഷം അവിടെ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് അവരെ ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞപ്പം അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനോ പറയാനോ ആരും ഇല്ലായിരുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എല്ലാരും ഉപേക്ഷിച്ചതാണ്. ആ ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഒരാള് പറഞ്ഞത് ഇങ്ങനെ കാണിച്ചു, നല്ലതാണെന്ന്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പേരാണ് സാമുവൽ എന്ന് പറഞ്ഞൊരു ബഹുമാനപ്പെട്ട വക്കീല്. അതുപോലെ അത് കാന്തപുരം ഇടപെട്ടിട്ട് ആ ശിക്ഷാവിധി മാറ്റിവെച്ചു. അന്ന് രാത്രി ന്യൂസ് 18 ഡിക്ലെയർ ചെയ്തു. ന്യൂസ് 18 എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒരു 9 മണിയായപ്പോൾ ഒരു കോള് വരുവാണ് ന്യൂസ് 18. നിങ്ങൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യല്ലേ, ആ യമൻ പൗരന്മാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വധശിക്ഷ റദ്ദാക്കൂല, ആനയാണ് ചേനയാണ്, സാമുവൽ സാറിന് ഇഷ്ടപ്പെടൂല. ഈ തൂക്കിലേറ്റാൻ നിമിഷപ്രിയന്റെ അമ്മ വരെ പറയുവാണ്, ദേഷ്യപ്പെടുവാണ്, ബഹുമാനപ്പെട്ട സാമുവൽ സാറിന് ഇഷ്ടപ്പെടൂല. മാറ്റിവെപ്പിച്ചാരാണ് കാന്തപുരം. സാമുവൽ സാറിന് ഇഷ്ടപ്പെടാത്തെന്ന് പറട്ടെ, അവിടെ കിടന്ന് പിരിക്കുക. അദ്ദേഹത്തിന്റെ ബാങ്ക് ഫുള്ളായി. ഇനി ഭാര്യന്റെ പേർക്കും മക്കളുടെ പേർക്കൊക്കെ നിറയ്ക്കണം. 6 മാസമായിട്ട് നിമിഷപ്രിയന്റെ അമ്മ അവിടെ കിടക്കുന്നു യമനില്. ഈ സാമുവൽ സാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സാമുവൽ സാറ് ഈ പെണ്ണിന്റെ പേരും പറഞ്ഞുകൊണ്ട് പിരിച്ചു പറക്കിയിട്ട് അതിൽ നിന്നൊരു ഓഹരിക്കായി ഈ തള്ളയ്ക്ക് കൊടുക്കുന്നത്. കാന്തപുരത്തിന് വേണ്ടിയിട്ട് ഇതുവരെയ്ക്കും ഒരു നന്ദി വാക്ക് പറയാത്ത ഒരു തള്ളയാണിത്. കാന്തപുരം ഇടപെട്ടപ്പോ കാന്തപുരത്തിനല്ല പറയുന്നത്. അന്ന് രാത്രി ഈ സാമുവൽ സാറിന് വേണ്ടിയിട്ട് ഒരു സഹോദരി പറയുകയാണ്, നിങ്ങളങ്ങനെ ഡിക്ലെയർ ചെയ്യല്ലേ. നിമിഷപ്രിയന്റെ അമ്മ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത് മാറ്റിവെച്ചതെന്ന്. 6 മാസമായിട്ട് മാറ്റിവെക്കാത്ത കേസ് എന്താണ് ഇപ്പം മാറ്റിവെച്ചത്? കാന്തപുരം അവിടെ ചെന്നപ്പോഴാ കാന്തപുരം ഇടപെട്ടപ്പോഴല്ലേ മാറ്റിവെച്ചത്. കാരണം മറന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമുവൽ സാറിന് വിഷമാവും. കാരണം എന്താണ്, പിരിക്കാൻ പറ്റൂല, ബ്ലഡ് മണി പിരിക്കാൻ പറ്റൂല. ഈ തൂക്കി കൊല്ലാൻ വിധിച്ച പെണ്ണിന്റെ ബ്ലഡ് മണി പിരിക്കാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞാണ്, ഇങ്ങനെ കാണിച്ചാണ്. ആരുടെ ഈ ഞങ്ങളെ മുസ്ലിം സഹോദരനെ കൊന്ന സഹോദരന്റെ ചേട്ടൻ പുള്ളിയെ കണ്ടിട്ട് ഇങ്ങനെ ആക്കിയതാ. കാന്തപുരം അന്നേരം ചിന്തിച്ചില്ല, ഇത് ഞങ്ങളെ ചോരയിൽപ്പെട്ട ഒരാളിനെ കൊന്നതാണെന്നതിൽ കൊണ്ട് ഞങ്ങൾ അത് ചിന്തിച്ചിട്ടില്ല. എത്ര പെണ്ണുങ്ങൾ പറഞ്ഞ് അവള് ചാവണം, എത്ര ആൾക്കാർ പറയുന്നത് എന്തിനാ അവളെ രക്ഷിക്കാൻ പോണത്. കാന്തപുരം തെറ്റല്ലേ ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ രക്ഷിക്കാൻ പോണതിൽ കുറെ ആൾക്കാരൊക്കെ വാചകം അടിച്ചാണല്ലോ. അന്നേരം ഈ കന്യാസ്ത്രീ ഒന്നും കണ്ടില്ലല്ലോ. നീ കന്യാസ്ത്രീ എന്ന് പറഞ്ഞ വിഷവിത്ത് ജാതി സ്പിരിറ്റ് പറയുന്നില്ലേ. ആ കൊച്ചിനെ തട്ടയിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പിള്ളേരെല്ലാം പേടിക്കുന്നു. എവിടെയാണ് ഈ പേടിച്ചത്? വിവരമില്ലാത്ത കന്യാസ്ത്രീയെ. ഞങ്ങള് കാന്തപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ചോരയപ്പെട്ട ഒരാളിനെയാണ് അവൾ വെട്ടിഞ്ഞുറുക്കിയിട്ട് ഈ ടാങ്കിനകത്തിട്ടത്. എന്നിട്ട് ഞങ്ങൾ ആ ജാതി സ്പിരിറ്റ് നോക്കിയില്ല, അത് നോക്കിയിട്ടേ ഇല്ല. വധശിക്ഷ മാറ്റിവെച്ചു, ഇത്രേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് കാന്തപുരത്തിനെ കൊണ്ട് പറ്റുന്നത് ചെയ്തെന്നേ ഉള്ളൂ. അതിന് ഇവിടെ വേറെ വീഡിയോസ് എടുക്കാൻ വന്നില്ല പുള്ളി, അദ്ദേഹം പൊക്കിയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആൾക്കാർ തന്നെ നിനക്ക് പാരയാ. അന്നേരം ഈ കന്യാസ്ത്രീയോ ഇപ്പൊ ആ കന്യാസ്ത്രീന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ടല്ലോ, അവരൊന്നും കാണുന്നില്ലല്ലോ. കുറെ സംഘപരിപാലകർ കുറെ വന്നിട്ടുണ്ടല്ലോ, അവരൊന്നും അന്ന് കണ്ടില്ലല്ലോ ഈ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ. ഇന്ന് ഒരു തട്ടത്തിന് വേണ്ടിയിട്ട് എല്ലാരും കൂടി വരുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല.
കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയിപ്പോൾ ജാസ്പിട്ട് അടിച്ചാൽ പറയുന്നില്ലേ ഉള്ളൂ. ചെയ്ത കാര്യത്തായിട്ട് പറഞ്ഞതല്ല, കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. അന്നേരം ഈ സംഘപരിവാറിലോ ഇപ്പൊ ആ കന്യാസ്ത്രീനെ കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു പിന്നെ BJP കാരി അവരെയൊന്നും കണ്ടില്ലല്ലോ ഈ നിമിഷപ്രിയനെ രക്ഷിക്കാൻ. നിങ്ങളെ ആൾക്കാരല്ലേ പൈസ പിരിച്ചു പറക്കിട്ടോ പുട്ടും കടല അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നത്. അതിലൊരു വീത ഈ തള്ളയ്ക്ക് കൊടുത്തു. അപ്പൊ തള്ളേട്ടോ സാമുവൽ സാർ, ബഹുമാനപ്പെട്ട സാമുവൽ സാറ്. എന്നാ സാമുവൽ സാറ്? ആ പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു, പേയ്മെന്റ് നിൽക്കാൻ നോക്കൂല. ആ നിമിഷപ്രിയന്റെ അമ്മ ഓർക്കണം കേട്ടോ. കാന്തപുരത്തിന് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ. ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. വാചകം അടിക്കുമ്പോൾ നോക്കണം കേട്ടോ. ചുമ്മാ വാചകം അടിക്കല്ലേ. ഞങ്ങളെ ചോരപ്പെട്ട ഒരാളിനെയാണ് കൊന്നത്. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയട്ടെ, ഒരു ജൂതൻ ഞങ്ങളെ ശത്രുവാണ്. ആ ജൂതന്റെ ഡെഡ് ബോഡിക്ക് നിങ്ങളൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കൊണ്ട് പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു മരിച്ചവന്റെ ഡെഡ് ബോഡിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഒരു മരിച്ച ആളിനെ അദ്ദേഹത്തിന് അവിടെ ഇട്ടിട്ട് പോയാൽ തെറ്റി, അതിനെ വെട്ടി ഞുറുക്കി ടാങ്കിനകത്ത് ഇട്ടെങ്കിൽ എത്രയോ കഷ്ടമായിട്ട്. അങ്ങനെ ക്രൂരത കാണിച്ച ഒരു പെണ്ണിനെയാണ് കാന്തപുരം രക്ഷിച്ചത്. ഞങ്ങൾ അത് നോക്കിയില്ല. കാന്തപുരം ജാതി നോക്കിയില്ല. ഞങ്ങൾ ജാതി നോക്കുന്നല്ല. പിന്നെ എന്ത് കാര്യം ചോദിച്ചാലും അതിന്റെ മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കും. ഈ സംഘപരിവാരൊന്നും കണ്ടില്ലല്ലോ. ഇവരൊക്കെ ഭയങ്കര പൊങ്ങച്ച വർത്താനം പറയുന്നുള്ളോ. മതേതര എന്താ മതേതര രാജ്യം? അന്നേരം ഈ കന്യാസ്ത്രീയൊന്നും കണ്ടില്ലല്ലോ. ഒരു തട്ടം തുണിക്ക് വേണ്ടി നിങ്ങൾ പട്ടികൾ കടി കൂടുന്നല്ലോ കടിയുന്നുണ്ടല്ലോ. ഒരു കഷ്ണം തുണിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കണം കേട്ടോ. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കേ.